ഹായ് നമസ്കാരം. ടൂൾസ് വച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ കണ്ടമാനം വേസ്റ്റുകളൊക്കെ വരും. അതായത് പേപ്പറിൻ്റെ വേസ്റ്റുകൾ, പിള്ളേരുടെ പഠിക്കണ ബുക്കിൻ്റെ വേസ്റ്റുകൾ, അങ്ങനെ പല പല സംഭവങ്ങളും വരും. കിച്ചണിലെ വേസ്റ്റുകൾ, ആ സംഭവം അതെല്ലാത്തിനും നമുക്ക് കത്തിച്ച് കളയാനുള്ള ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അതിനൊന്ന് കാണിക്കുക എന്നുള്ളൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നല് വന്നു. കാരണം വെച്ചാൽ ഒരു ഉപകാരം വന്ന സാധനം. കാരണം അത് മാത്രമല്ല, ഇത് ഒരെണ്ണം ഒരു വീടുകളിൽ നിർബന്ധമായിട്ടും വെക്കേണ്ടതാണ്. ചെറിയൊരു സംഭവം, നമുക്കൊരു മീറ്റർ സ്ക്വയറിൽ അളവ് അത്രയും സാധനം വന്നുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അതൊന്ന് കാണിച്ചു തരാം, എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്നും അതിൻ്റെ മോഡലുകളും. ആർക്കെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിടുകയും ചെയ്തേക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ഇതാണ് സംഭവം. നമ്മളിത് വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വോയിസ് ഞാനിപ്പോ രണ്ടാമത് കയറ്റനാണ്. ഇത് പൈപ്പ് വന്നിട്ട് ഏതാണ്ട് ഒരു 10 അടി പൈപ്പാണ് കേട്ടാ. പിന്നെ ഇതിന്റെ ഈ ഹോളുകൾ ഇതൊക്കെ ഒരു മോഡലായിട്ട് ഇട്ടേക്കണമെന്നുള്ളൂ. ഇതേപോലെയൊക്കെയാണ് ഇതിന്റെ ഹോളുകൾ. ഇതിന്റെ അളവ് വന്നേക്കണ ഏതാണ്ട് ഒരു 3 അടി സ്ക്വയർ ഉണ്ട്. അത് പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ആ ചെറിയ മുകളിലത്തെ, അതായത് വേസ്റ്റ് ഇടുന്ന ഹോളില്ലേ, ആ ഹോള് ഇത്രയും വലുതായിട്ട് ഉണ്ടാക്കണം. കാരണം ഇത് ഉണ്ടാക്കിയപ്പോൾ ഒരു ഇച്ചിരി ചെറുതായി പോയി. അപ്പൊ നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ഒരു 10-8 സ്ക്വയർ ഉള്ളത്. ഈ കാണുന്ന ഹോളത്തിൽ വലുതാക്കി ഉണ്ടാക്കണം. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. ഞാൻ ഉപയോഗിച്ചായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കത്തണൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് സംഭവം വർക്കിംഗ് ആണ്. ഇവിടെ ഇങ്ങനെ കമ്പി വെച്ച് മെഷ് ചെയ്തിടണം. ഇത് ഇച്ചിരി അടുപ്പിച്ചായാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് പോകൂല. പിന്നെ ഈ കവർ, ഈ കാണുന്ന പോലത്തെ ഒരു കവർ അടിച്ചു വെക്കണം. ഞാൻ അത് കാണിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഞാനിത് ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തോളം ഇത് ഉപയോഗിക്കണം. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ചില സംഭവങ്ങൾ എനിക്ക് പറയേണ്ടത്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. വെച്ചാൽ ഇതിന്റെ ഇത് കമ്പൽസറി അടക്കണം. ഇത് അടച്ചാലേ ഇതിന്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചൂടായ എയറുകൾ നേരെ മുകളിലേക്ക് പോകും. അപ്പൊ പോകുമ്പോ എന്ന് പറഞ്ഞാൽ ഇതുവഴി എയർ കയറിയിട്ട് നേരെ പൈപ്പ് വഴി അങ്ങോട്ട് വലിഞ്ഞു പോവും. അതാണ് എൻ്റെ മെത്തേഡ്. അപ്പൊ ഈ സാധനം നമ്മൾ തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടി എറിയപ്പോ സാധനം കത്തൂല. അപ്പൊ ഇത് നമ്മൾ വേസ്റ്റുകൾ ഇട്ടതിന് ശേഷം ഇത് അടച്ചു വെക്കണം. ഞാനിപ്പോ ഇത് അടച്ചേക്കണത് ഇരുമ്പിന്റെ പാട്ട വെച്ചിട്ട് അടച്ചേക്കണത്. നിങ്ങൾ കോൺക്രീറ്റിന്റെ എന്തെങ്കിലും പീസ എന്തെങ്കിലും സൂട്ട് ചെയ്യാവുന്നതാണ്. അതാണ് ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്. പിന്നെ ഇതിനകത്ത് വേറെ സംഭവം മെയിനായിട്ട് നോക്കാൻ, ഇതിനകത്ത് ഇത് ഉണ്ടാക്കുമ്പോൾ സിമെന്റ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് പൊട്ടൽ വീണുവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഫയർ ക്ലേ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ സിമെന്റിനകത്ത് മിക്സ് ചെയ്യണം. അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ പപ്പാതി ആയിരിക്കണം. അതായത് 1 ചട്ടി സിമെന്റ് എടുത്താൽ 1 ചട്ടി ഫയർ ക്ലേ മിക്സ് ചെയ്യണം ഇതിനകത്ത്. ഞാനിപ്പോ മിക്സ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു ചട്ടിക്ക് ഒരു നിസ്സാരം ചേർത്തുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ അത് വർക്കിംഗ് പ്രോപ്പറായിട്ട് വന്നില്ല, ചെറുതായിട്ട് പൊട്ടലൊക്കെ വന്നു. ഫയർ ക്ലേ ശരിക്കും പകുതിയെങ്കിലും ചേർത്തിരിക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതെല്ലാവരും നോട്ട് ചെയ്യണം. ഫയർ ക്ലേ വാങ്ങാൻ കിട്ടും നമുക്ക്. പിന്നെ ഇതിനകത്ത് പ്രത്യേക സംഭവങ്ങളും പറയാനുള്ള ഇതൊക്കെയുള്ള കേസുകൾ. വേറെ ചാരം ഇതിന്ന് ഈ ഹോളിൽ കൂടി നമുക്ക് ചാരം വാരിക്കളയാം. ഞാനിത് ഫുള്ള് കത്തിച്ചിട്ട് ഈ ബോക്സ് ഫുള്ള് സാധനം ടൈറ്റ് ചെയ്തിട്ട് കത്തിച്ചിട്ട് നിസ്സാരം ഇത് ഇത്രയും പോലും ചാരം വന്നോളും. ബാക്കി എല്ലാം അതിനകത്ത് പൊടി പോലെ ആയിപ്പോയി. അത് നമുക്ക് ചെടിക്കിടണേ ചെടിക്കിടാം, അങ്ങനെ എന്താണ് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കണം. എല്ലാവരും ഓരോരോ വീടുകളിൽ ഓരോന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പൊ ഞാൻ എൻ്റെ വീഡിയോയുടെ നിർത്തുകയാണ്. എല്ലാവർക്കും